ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ B6 മോഡൽ. നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തു കൊണ്ടുവന്നുണ്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ ചെന്നടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടി. പക്ഷേ ഇടയ്ക്ക് കൊണ്ടുവന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് നമുക്ക് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കണം. നിലവിൽ ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്, വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, വോൾട്ട് നോക്കുമ്പോൾ 12.20 ആ റേഞ്ചിലൊക്കെ വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാറ്ററി ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ തീരെ ഡൗൺ ആയി പോകും. 5.4 വോൾട്ട്, ഏകദേശം ഒരു 5 വോൾട്ടിലേക്ക് വരുന്നുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് വന്ന ബാറ്ററി പിന്നെ നമുക്ക് ചാർജ് ചെയ്താൽ കിട്ടാറില്ല. എന്നാൽ പോലും നമ്മളൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ചാർജിലിട്ട് നോക്കി, അതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോഴും വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ. അപ്പോൾ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതാണ് അവസ്ഥ. 4.92 5 ആ റേഞ്ചൊക്കെ തന്നെ. അപ്പോൾ ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് നമുക്ക് ആ സെൽഫിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് സെൻസറുള്ള മോഡലാണ്. അപ്പോൾ സൈഡ് സ്റ്റാൻഡുമ്മേ അതൊക്കെ നോക്കി ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. കാരണം ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് വോൾട്ട് കുറവ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സെൻസറുകൾക്കെല്ലാം പവർ സപ്ലൈ കറക്റ്റ് വോൾട്ട് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതും ബാറ്ററിയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെയും പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇപ്പോൾ കിക്കറടിച്ച വണ്ടി സ്റ്റാർട്ടാവും. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞ രീതികളുടെ എല്ലാ ഫങ്ഷൻസും കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി പവർഫുൾ ബാറ്ററി ആയിരിക്കണം. അപ്പോൾ ബാറ്ററി മാറ്റി വയ്ക്കുക, അത് തന്നെയാണ് നമുക്ക് മാറുകയുള്ളൂ. ഞാൻ ചാർജ് ചെയ്ത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കുറച്ച് നേരം ചാർജിലിട്ട് നോക്കി. ഏകദേശം 1 മണിക്കൂറോളം ചാർജിലിട്ടു കയറി വരാമെന്ന് അറിയാനായിട്ട്. സാധാരണ 5 മണിക്കൂർ മിനിമം കിടക്കണം. പക്ഷേ നമുക്ക് ഏറെക്കുറെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ബാറ്ററി മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര ഇത് നോക്കിയിട്ട് എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടോ കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു 5:30 ആകുമ്പോഴത്തേക്കും എടുക്കാവുന്ന രീതിയിൽ സെറ്റാക്കാം. കൈയോടെ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ. ഓക്കെ.